10 എന്ന് പറഞ്ഞ ഈ ഗേറ്റിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഗേറ്റ്. പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പോൾ സമയം ഏകദേശം 1:30 കഴിഞ്ഞതേ ഉള്ളൂ, അല്ലെങ്കിൽ 1:45 ഉള്ളൂ. നമ്മുടെ ഫ്ലൈറ്റ് പറഞ്ഞേക്കുന്നത് ഏകദേശം 4:50 4:55 മറ്റാണ്. ഒരുപാട് സമയം ബാക്കി കിടക്കുന്നുണ്ട്. എന്താ ചെയ്യുക? ഇരുന്ന് മുഷിയുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കണം, കുറച്ചങ്ങോട്ട് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് നല്ല ബാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ദാഹമുണ്ട്. ലാലേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് ഒരു ബിയർ അങ്ങോട്ട് കാച്ചിയാലോ? വേണം, കാരണം കുറേ സമയമുണ്ട്. അപ്പോൾ ഒരു ബിയർ അടിച്ച് അവിടെ നിന്നാൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതല്ലെങ്കിൽ ചായ കുടിക്കാം. എന്ത് വേണമെന്ന് ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ. ഗേറ്റ് നമ്പർ 10. ഇവിടെയും ഒരു മനുഷ്യനുമില്ല, കാരണം സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്രാവശ്യം എന്തായാലും നമുക്ക് ഫ്ലൈറ്റ് മിസ്സാകില്ല. ഞാൻ പറഞ്ഞത് നമുക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എന്തായാലും വിശക്കുന്നുമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം കഴിക്കാതിരിക്കാനും നിർവാഹമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ട്രാവലിംഗ് വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ വിഷയം. അപ്പോൾ ഞാൻ എന്തായാലും ഇതേ വാങ്കോ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെ കാണാം. ഇവിടെ കയറി ഇഡലി വട കോംബോ മേടിച്ചല്ലോ. ഏകദേശം 379 പ്ലസ് ടാക്സ്, ഏകദേശം 398 രൂപ ഒരു കാപ്പിയും കൂടെ. എന്നെങ്ങനെയുണ്ട്? എനിവേ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അവർ പറഞ്ഞ് റെഡി ആകുമ്പോൾ വിളിക്കാം. അതിനുശേഷം നമുക്കതാ ഇവിടെ എവിടെയെങ്കിലും കയറി ഒന്ന് സ്വസ്ഥമായിട്ട് കഴിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊരു ബിയർ അടിച്ചാൽ കൊള്ളാമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വേണ്ടെന്ന് വെച്ചു. കാരണം വെച്ചാലേ ഇപ്പോൾ ബിയർ അടിച്ച് അതും ഈ പറഞ്ഞ പോലെ ഒരു 2 പൈൻറ്റ് അല്ലെങ്കിൽ പറയുന്നത് 2 ക്യാൻ അതടിച്ചു കഴിഞ്ഞാൽ പിന്നെ പാടാണ്. കാരണം കുറേ നേരം ഫ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ മെനക്കേടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം അത് ഒഴിവാക്കിയതാണ്. അതിന് പകരം ചായ കുടിച്ചേക്കാം, അല്ലെങ്കിൽ ഇഡലി കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടുത്തെ ഈ ഡൽഹി അല്ലെങ്കിൽ ബോംബെയൊക്കെ ഉള്ള ഇഡലി വട, അതിൻ്റെയൊക്കെ ഗ്രേവി, അതൊക്കെ സാമ്പാർ അത് ടിപ്പിക്കൽ ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടും ഒരു ചേഞ്ച് ആയിക്കോട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ 400 രൂപ ഫുഡ് റെഡിയായിരുന്നു. ഇതാ 2 ഇഡലി, ചെറിയ